നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കേന്ദ്രം 57,400 കോടി രൂപ തരാനുണ്ടെന്ന പച്ചക്കള്ളം പ്രചരിപ്പിച്ച് ഡൽഹിയിൽ മോദി സർക്കാരിനെതിരെ സമരം ചെയ്യാനെത്തിയ പിണറായി വിജയനെയും കൂട്ടരെയും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ പൊളിച്ചടുക്കി. അക്കമിട്ട് നിരത്തിയ കണക്കുകൾ കേട്ട ഡൽഹിയിലെ കൊടും തണുപ്പിലും സംസ്ഥാന ധനമന്ത്രി ബാലഗോപാൽ വിയർത്തു. ജന്തർ മന്ദിറിൽ പിണറായിയും അനുചരന്മാരും സമരം നടത്തുമ്പോഴാണ് രാജ്യസഭയിൽ നിർമ്മല സീതാരാമൻ കണക്കിലെ കള്ളം അക്കമിട്ട് നിരത്തിയത്. CPMന്റെ കൂടെ പിന്തുണയോടെ കോൺഗ്രസ് നയിച്ച UPA സർക്കാരിന്റെ കാലത്തേക്കാൾ 224% അധിക നികുതി വിഹിതം കേരളത്തിന് മോദി സർക്കാർ നൽകിയെന്ന് ധനമന്ത്രി വ്യക്തമാക്കി. ഇത്രയും പണം കിട്ടിയിട്ടുണ്ടോ ഇല്ലയോ എന്ന കേരള സർക്കാരിന് പറയാമെന്നും നിർമ്മല സീതാരാമൻ വെല്ലുവിളിച്ചു. UPA ഭരണകാലത്ത് നൽകിയ തുകയുമായി താരതമ്യപ്പെടുത്തിയായിരുന്നു വിശദീകരണം. 2014-24 NDA സർക്കാരിന്റെ കാലത്ത് 1,50,140 കോടി രൂപ നികുതി വിഹിതമായി കേരളത്തിന് നൽകിയെന്നാണ് നിർമ്മല സീതാരാമൻ വിശദീകരിച്ചത്. 46,303 കോടി രൂപയാണ് UPA ഭരണകാലത്ത് നൽകിയ നികുതി വിഹിതമെന്നും വ്യക്തമാക്കി. ഉച്ചയ്ക്ക് ഡൽഹിയിലെ സമരം അവസാനിപ്പിച്ച് പിണറായിയും കൂട്ടരും പൊടി തട്ടിപ്പോയെങ്കിലും കേന്ദ്ര ധനമന്ത്രിയുടെ പ്രതികരണത്തിന് മറുപടി നൽകിയില്ല. NDA സർക്കാർ അധികാരത്തിലെത്തിയ ശേഷം 1,43,117 കോടി രൂപയാണ് ഗ്രാന്റായി കേരളത്തിന് നൽകിയത്. UPA സർക്കാരിന്റെ കാലത്ത് 25,629 കോടി മാത്രമായിരുന്നു ഇത്. നിലവിൽ 458% വർദ്ധിച്ചത്. മൂലധന ചെലവിനുള്ള പ്രത്യേക ധനസഹായമായി 2020-21 82 കോടി, 2021-22 239 കോടി, 2022-23 1,903 കോടിയും അധിക കടമെടുപ്പായി 18,087 കോടി രൂപയും NDA സർക്കാർ അനുവദിച്ചതായും രേഖകൾ സഹിതം കേന്ദ്രം വ്യക്തമാക്കി. ഇതോടെ പിണറായിയുടെ ഡൽഹി നാടകം എന്തിനോ വേണ്ടി തിളച്ച സമരമായി മാറി. ബാലഗോപാലും പിണറായിയും പറയുന്ന 57,400 കോടി രൂപയുടെ കണക്ക് മുൻ ധനമന്ത്രി തോമസ് ഐസക് പറയുന്നില്ലെന്ന് മാത്രമല്ല, അദ്ദേഹം ഇതേക്കുറിച്ച് മിണ്ടുന്നതുമില്ല. GST നടപ്പിലാക്കിയ കാലത്ത് ഇതോടെ കേരളം രക്ഷപ്പെടുമെന്നാണ് ഐസക് പാടിപ്പുകഴ്ത്തിയിരുന്നത്. GST നടപ്പിലാക്കിയ ശേഷം ആദ്യത്തെ 5 കൊല്ലം കേരളം കാര്യക്ഷമമായി പിരിക്കേണ്ടെന്നും പിരിച്ചാലും 14% കിട്ടില്ലെന്നും 5 കൊല്ലം കേന്ദ്രം നഷ്ടപരിഹാരം തരുമെന്നും വാദിച്ചു. കോമ്പൻസേഷൻ നിർത്തലാക്കിയപ്പോൾ GST 16% വർദ്ധിച്ചിരുന്നു. കുറച്ചുകൂടി കാര്യക്ഷമമായി ഇടപെട്ടിരുന്നെങ്കിൽ അതിലും കൂടുതൽ ലഭിക്കുമായിരുന്നു. ഐസക്കും പിണറായിയും അടക്കം വരുത്തിവെച്ച ധനകാര്യ അച്ചടക്കമില്ലായ്മയാണ് കേരളത്തെ ഇത്രയും പ്രതിസന്ധിയിലാക്കിയതെന്ന് 2016 മുതൽ ഇങ്ങോട്ടുള്ള നടപടികൾ പരിശോധിച്ചാൽ വ്യക്തമാകും. കേന്ദ്രം കഴുത്തിന് പിടിച്ച് ഞെരുക്കുന്നു, 57,400 കോടി തരുന്നില്ല എന്നാണല്ലോ പിണറായിയുടെ പ്രധാന വാദം. എങ്കിൽ കേന്ദ്രത്തിനെതിരെ സുപ്രീം കോടതിയിൽ നൽകിയ ഹർജിയിൽ ഇക്കാര്യം പറയാത്തതെന്ത്? പറഞ്ഞാൽ കോടതി കള്ളം പൊളിച്ചെടുക്കുമെന്ന് വ്യക്തമാണ്. അതുകൊണ്ട് അയ്യൻകാളി തൊഴിലുറപ്പ് പദ്ധതി അടക്കമുള്ളവയ്ക്ക് കേന്ദ്രം തരാനുള്ള 26,000 കോടി ഇല്ലാതെ മുന്നോട്ടു പോകാനാകില്ലെന്നാണ് ചൂണ്ടിക്കാട്ടിയത്. മാത്രമല്ല, കടമെടുപ്പ് പരിധി കേന്ദ്രം നിയന്ത്രിച്ചതോടെ 2016 മുതൽ 2023 വരെ 1,07,000 കോടി രൂപ സംസ്ഥാനത്തിന് അധികം കടമെടുക്കാനായില്ലെന്നും ചൂണ്ടിക്കാട്ടി. അതായിരുന്നു പരാതി. വിഷയം എന്താണെന്ന് മനസ്സിലായല്ലോ. കടമെടുത്ത് കേരളീയം പോലുള്ള ധൂർത്ത് മാമാങ്കം നടത്താൻ പറ്റുന്നില്ല. ബജറ്റിന് പുറത്തു നിന്ന കിഫ്ബി, പെൻഷൻ കമ്പനി എന്നിവയിലൂടെ എടുക്കുന്ന വായ്പകൾക്ക് കേന്ദ്രം നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വ്യക്തമായ കാരണമുണ്ട്. അതുകൂടി അറിയുമ്പോഴേ കേന്ദ്രമാണോ കേരളമാണോ യഥാർത്ഥ വില്ലനെന്ന് മനസ്സിലാകും. കൊച്ചി മെട്രോ പദ്ധതി നടപ്പാക്കാനായി എടുത്ത വായ്പ 2014 മുതൽ KMRLO സംസ്ഥാന സർക്കാരോ അടയ്ക്കുന്നില്ല. കേന്ദ്രം അത് അടയ്ക്കേണ്ടി വന്നു. KMRLO കേരള സർക്കാരോ അടയ്ക്കാതിരുന്നാൽ പ്രശ്നമില്ല. പക്ഷേ കേന്ദ്രത്തിന് അടയ്ക്കാതിരിക്കാനാവില്ല. അതാണ് രാജ്യത്തെ നിയമം. ഇങ്ങനെ പിണറായിയും കൂട്ടരും കിഫ്ബി അടക്കമുള്ള വായ്പകൾ അടയ്ക്കാതിരുന്നാൽ കേന്ദ്രത്തിന് വലിയ ബാധ്യതയാകും. അതുകൊണ്ടവർ നിയന്ത്രണം ഏർപ്പെടുത്തി. അതോടെ ഗത്യന്തരമില്ലാതായ പിണറായിയും കൂട്ടരും കേന്ദ്രം കഴുത്തിന് പിടിക്കുന്നെന്ന് കള്ളം പ്രചരിപ്പിക്കുന്നു. സ്വന്തം കള്ളം മറച്ചുവെക്കാൻ മറ്റുള്ളവരെ കള്ളനായി ചിത്രീകരിക്കുന്ന നീചതന്ത്രം, ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ നാടകം, ഇതൊക്കെ സാധാരണക്കാർ താമസിയാതെ മനസ്സിലാക്കും. നിലവിൽ സംസ്ഥാനത്തിന്റെ പൊതുകടം 4,22,000 കോടിയിലധികമാണ്.
പിണറായി പറയുന്നത് പോലെ 1,07,000 കോടി കൂടി വായ്പയെടുക്കാൻ കേന്ദ്രം അനുവദിച്ചാലുള്ള സ്ഥിതി ആലോചിച്ചു നോക്കൂ. 15ാം ധനകാര്യ കമ്മീഷൻ അനുവദിച്ച റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റിൽ 16% കേരളത്തിനാണ് ലഭിച്ചത്. ധനകാര്യസ്ഥിതി മോശമായ സംസ്ഥാനങ്ങൾക്ക് 2020-21 മുതൽ 2023-24 വരെ നൽകുന്ന ഗ്രാന്റാണ്. ആ ഇനത്തിൽ 52,345 കോടി രൂപ കേരളത്തിന് നൽകി. BJP ഭരിക്കുന്ന ഗുജറാത്തിനടക്കം ഇത് കിട്ടിയില്ല. ഗ്രാന്റ് അനുവദിച്ചപ്പോഴേ അതിന്റെ കാലാവധിയും പറഞ്ഞതാണ്. അത് തീർന്നപ്പോൾ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാന്റ് തരുന്നില്ല എന്നൊക്കെ പറയുന്നത് നട്ടാൽ കിളിക്കാത്ത നുണയാണ്. ഇങ്ങനെ നുണകളും കള്ളങ്ങളും പ്രചരിപ്പിച്ച് ജനത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള നീക്കമാണ് വ്യാഴാഴ്ച ഡൽഹിയിലെ കൊടും തണുപ്പിൽ തകർന്നു വീണത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.